ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നിഷാസ് ഹോം കുക്കിംഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് കുറച്ച് നല്ല പ്രോഡക്റ്റ്സ് ആണ്. വീടൊക്കെ നല്ലപോലെ അടുക്കി വെക്കണമെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള സ്പേസും വേണം. അപ്പോൾ ഓരോ സാധനത്തിനും അതിൻ്റേതായ കറക്റ്റ് പ്ലേസ് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ വീടൊക്കെ എപ്പോഴും നമ്മൾ അടുക്കി ഒതുക്കി വെക്കാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ കുറച്ച് സാധനങ്ങളാണ് ഞാനിപ്പോൾ ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഓർഗനൈസേഴ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. അതുപോലെ കിച്ചണിലോട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള 1-2 പ്രോഡക്റ്റ്സ് കൂടി കാണിക്കുന്നുണ്ട്. മൊത്തം 12 ഐറ്റംസാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ഐറ്റം ഒരു കണ്ടെയ്നറാണ്. ഇത് പ്ലാസ്റ്റിക് കണ്ടെയ്നറാണ്, നല്ല പ്ലാസ്റ്റിക്കാണ്. അപ്പോൾ ഒരേ സമയം ഇത് 4 ഐറ്റംസ് നമുക്ക് ഇട്ട് വെക്കാൻ പറ്റും. അത്യാവശ്യം വലിപ്പമുണ്ട്. പിന്നെ ഇതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ എല്ലാം തന്നെ ഇപ്പം ഈ മറ്റേ ഗ്ലാസ് കണ്ടെയ്നറുകളാണല്ലോ. അപ്പോൾ അതെടുത്ത് വെക്കുമ്പോൾ ചിലപ്പോൾ എങ്ങാനും കുട്ടികളൊക്കെ എടുക്കുവാണെങ്കിൽ കയ്യിൽ നിന്ന് അങ്ങനെ സ്ലിപ്പായി പോയി പൊട്ടിപ്പോയ പ്രശ്നം. അപ്പോൾ അത് വേണമെങ്കിൽ ഞാൻ വിചാരിച്ചു ഇതുപോലെ എടുത്ത് വെക്കുകയാണെങ്കിൽ അവരുടെ സ്നാക്സൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ അത് എടുത്ത് ഉപയോഗിക്കുമ്പോൾ നമുക്കൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല, അവർക്കും സേഫായിട്ട് എടുക്കുകയും ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് കോൺഫ്ലേക്സ്, ചോക്കോസ്, മുസ്ലി, ഓട്സ് ഇതൊക്കെയാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. കാരണം അതാണ് സാധാരണ ഡെയിലി അവർക്ക് മിൽക്കിനകത്ത് സ്കൂളിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് വരുന്ന സ്നാക്ക് ടൈമിലൊക്കെ എടുത്ത് കഴിക്കുന്ന സാധനങ്ങൾ. ഇനി അല്ലാത്ത നമുക്ക് വേണമെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് വെക്കാം, അല്ലെങ്കിൽ പരിപ്പ് ഐറ്റംസ് ഇട്ട് വെക്കാം. വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ള വെരി യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കണ്ടെയ്നറാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഒന്ന് കാണിക്കാം. കാരണം ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ലതായിട്ട് തോന്നിയത് കൊണ്ടാണ് ഇതും കൂടി ഷെയർ ചെയ്യുന്നത്. വലിയ വിലയൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ വില ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അതിന് എത്രയാണ് പ്രൈസ് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ബോക്സാണ് ആദ്യത്തെ ഐറ്റമായിട്ട് കാണിക്കുന്നത്. അപ്പോൾ നമുക്കിനി അടുത്ത ഐറ്റത്തിലേക്ക് കടക്കാം. റാക്കാണ് കേട്ടോ. ഇതിപ്പം 4 തട്ടുള്ളൊരു റാക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നാളെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്കിത് അതിൻ്റെ പാർട്സൊക്കെ കറക്റ്റായിട്ട് തന്നിട്ടുണ്ട്, അസംബിൾ ചെയ്ത് വെക്കുകയും വെച്ചു. അപ്പോൾ ആക്ച്വലി ഞാനിത് വാങ്ങാൻ എനിക്ക് തോന്നി വെച്ചാൽ നമുക്ക് പല സാധനങ്ങൾ തുണിയൊക്കെ മടക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് എടുത്ത് വെക്കാനായിട്ട് ഒരു സ്ഥലം ഇല്ലെങ്കിൽ, അതുപോലെ സ്റ്റോറേജ് കുറവുണ്ടെന്ന് തോന്നുവാണെങ്കിൽ അതൊക്കെ ബെഡ്ഷീറ്റോ പില്ലോ കവറോ ഒക്കെ എടുത്ത് വെക്കണമെങ്കിൽ അങ്ങനെ എടുത്ത് വെക്കാം. അങ്ങനെ നമുക്ക് ചിലപ്പോൾ കിച്ചണിൽ കുറച്ച് പ്ലാസ്റ്റിക് പാത്രങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് അതിനുള്ള കറക്റ്റായിട്ട് പ്ലേസ് ഇല്ലെങ്കിൽ ഞാൻ ചില്ല് പാത്രങ്ങൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും ഞാൻ വെക്കാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം അത് എന്തോ എനിക്കത് തോന്നുന്നില്ല അതിനകത്ത് വെക്കണമെന്നില്ല. അതേസമയം പ്ലാസ്റ്റിക്, സ്റ്റീൽ അങ്ങനെയുള്ള പാത്രങ്ങളൊക്കെ എന്ത് വേണമെങ്കിലും നമുക്ക് എടുത്ത് അടുക്കി വെക്കാൻ പറ്റും. അതുപോലെ തന്നെ സ്നാക്സൊക്കെ എടുത്ത് വെക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഡബ്ബയിലൊക്കെ എടുത്ത് വെച്ചിട്ട് അതിനകത്തോട്ട് വെക്കുക, അങ്ങനെ പാക്കറ്റോട് വെക്കുക, അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പിന്നെ നമ്മൾ കടയിലൊക്കെ പോയി ഗ്രോസറി ഐറ്റംസൊക്കെ വാങ്ങിച്ചതിന് ശേഷം നമ്മൾ പെട്ടെന്ന് എടുത്ത് വെക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഡബ്ബകളിലൊക്കെ പൊട്ടിച്ചിടുന്നില്ലെങ്കിൽ ആ സമയത്തൊക്കെ നമ്മൾ എക്സ്ട്രാ ഐറ്റംസൊക്കെ വാങ്ങിച്ച് വെക്കുമല്ലോ, അതൊക്കെ അതിനകത്തോട്ട് എടുത്ത് വെക്കാം. അപ്പോൾ ഈ രീതിയിൽ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്, അതിൻ്റെ യൂസ് നല്ലതായിട്ട്. അപ്പോൾ ഞാനിത് വാങ്ങിച്ചുകൊണ്ട് വന്നതിന് ശേഷം നമ്മളിപ്പം അത് അസംബിൾ ചെയ്തെടുക്കുവാണ്. 4 എണ്ണം ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ പാർട്സ് 16 പീസുണ്ട്. പക്ഷേ ഒരു കുഴപ്പമില്ല, നമുക്ക് അത് വളരെ ഈസി ആയിട്ട് അത് ഫിക്സ് ചെയ്ത് എടുത്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നല്ല കൺവീനിയൻ്റ് ആയതുകൊണ്ട് തന്നെ ഞാനിതിന് 2 എണ്ണം വാങ്ങിച്ചു. ഇപ്പോൾ 4 എണ്ണം ഉള്ളതും ഒരു 3 എണ്ണം ഉള്ളതും കൂടി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനൊരെണ്ണം കിച്ചണിലും പിന്നെ ഒരെണ്ണം കോറിഡോറിലും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് കേട്ടോ. നമുക്ക് സ്പേസ് സേവ് ചെയ്യാൻ, നമ്മുടെ സാധനങ്ങളൊക്കെ നല്ലതായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റുന്ന അടിപൊളിയൊരു ഐറ്റമാണ്. അപ്പോൾ നന്നായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു ഇതിന്. ഇനി അടുത്തത് കാണിക്കുന്നത് ഇതുപോലെ 1-2 പാത്രങ്ങളാണ്. നമ്മൾ സാധാരണ മൺപാത്രങ്ങൾ വാങ്ങിക്കുമല്ലോ, അതുപോലെയുള്ളതാണ്. പക്ഷേ എനിക്ക് പ്ലേറ്റ് ഇഷ്ടപ്പെട്ടു. അപ്പോൾ മൺപാത്രത്തിൻ്റെ ഒരു പ്ലേറ്റും അതിനനുസരിച്ചുള്ള കറി എടുക്കാനുള്ള 2 ചെറിയ പാത്രങ്ങളും വെള്ളം കുടിക്കാനായിട്ടൊരു ഗ്ലാസും പിന്നെ ഒരു സ്പൂണും ഇതുകൂടിയായിട്ടുള്ളൊരു സെറ്റാണ് വന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ ഭക്ഷണമൊക്കെ എടുത്ത് വെച്ചിട്ട് വീഡിയോയ്ക്കൊക്കെ എടുക്കുന്ന സമയത്ത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാനായിട്ട് നല്ലതല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ എടുത്തത്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു ചട്ടി, അതായത് ഈ പരന്ന ചട്ടി, നമ്മൾ ഈ അപ്പോൾ അതൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ ഇനി വട്ടത്തിലുള്ളത്, അതിന് ചട്ടിച്ചോറൊക്കെ ഉണ്ടാക്കിയിട്ട് ഇത് കാണിക്കണം, അതിനുമൊക്കെ നല്ലതാണ്. നമ്മൾ അതിനകത്തൊക്കെ ചട്ടിച്ചോറ് പഴങ്കഞ്ഞിയൊക്കെ ഉണ്ടാക്കി കുടിക്കുകയൊക്കെ ആണെങ്കിൽ അതിനിടാൻ പറ്റിയ അടിപൊളിയൊരു മൺചട്ടിയാണിത്. അതും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചപ്പോഴത്തേക്കും വിചാരിച്ചു വീഡിയോയ്ക്കകത്ത് അത് വിടാമെന്ന് വിചാരിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കൂടൊപ്പം തന്നെ ഒരു സ്പാച്ചുലായും ഒരു ഇതും തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടിയാണ് അടുത്തത്. ഇനി നമ്മൾ ഈ തവി, എനിക്ക് പഴയ മരത്തവി വേണമായിരുന്നു, അപ്പോൾ ഞാൻ അതും കൂടി വാങ്ങിച്ചു. നെക്സ്റ്റ് ഐറ്റം കാണിക്കുന്നത് ഇതുപോലത്തെ ഒരു സ്റ്റോറേജ് ഇതാണ്. തുണിയൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുമല്ലോ. അപ്പം പിള്ളേരൊക്കെ അലമാരിക്കകത്ത് നമ്മൾ അടുക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടുക്കി വെച്ച പോലെ ഒന്നും ഇരിക്കത്തൊന്നുമില്ല. 2 ദിവസം കഴിഞ്ഞ് തിരിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും എല്ലാം താഴോട്ടും മുകളിലോട്ടും ഒക്കെ, അതൊന്നും വെച്ച പോലെ ആയിരിക്കത്തില്ല. അപ്പോൾ അങ്ങനെ രീതിയിൽ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ഇതങ്ങനെ അടുക്കി വെച്ച പോലെ തന്നെ നമ്മൾ ഏതെങ്കിലും രീതിയിൽ അതൊന്ന് സൗകര്യപ്പെടുത്തി കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഇതുപോലത്തെ ഒരു
നല്ലൊരു ഓർഗനൈസർ കണ്ടോ ഈ രീതിയിൽ നമുക്ക് സെപ്പറേറ്റ് ആക്കി എല്ലാം എടുത്ത് വെക്കാൻ പറ്റും ഓരോന്നോരോന്നായിട്ട്. ഇതിൽ നമ്മൾ വെർട്ടിക്കലായിട്ടോ ഹൊറിസോണ്ടലായിട്ടോ നമുക്കിത് എടുത്ത് വെക്കാം. ഇതുപോലെ അടുക്കി വെച്ചതിന് ശേഷം നമുക്ക് വെക്കുവാണെങ്കിൽ എടുക്കുന്നവർക്കും നന്നായിട്ടിരിക്കും. നമ്മൾ ഇതെല്ലാം അവിടെ എടുത്തു വെച്ച നമുക്കും കാണുമ്പം വൃത്തികേടായിട്ടിരിക്കത്തില്ല. ഓരോ ദിവസവും അവർ അതേ ഡ്രസ്സ് എടുത്ത പോലെ തന്നെ നമ്മൾ എങ്ങനെയാണോ അറേഞ്ച് ചെയ്ത് വെച്ചാൽ അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ടാകും. ഞാൻ വിചാരിച്ചു ഇതിങ്ങനെയൊരു ഓർഗനൈസർ ഞാനിപ്പം വാങ്ങിച്ചതാണ്. അപ്പോൾ അതും കൂടി ഒന്ന് കാണിച്ചേക്കാം. അപ്പോൾ ഇത് നോക്കിക്കേ, ഇത് ഈ രീതിയിൽ വെക്കാം, പിന്നെ അല്ലെങ്കിൽ മറ്റേ രീതിയിൽ ഹൊറിസോണ്ടലും വെക്കാം, വെർട്ടിക്കലും വെക്കാം. അപ്പോൾ നല്ലൊരു ക്ലോത്ത് ഓർഗനൈസറാണത്. ഇനി അടുത്തതും ഒരു ഓർഗനൈസർ തന്നെയാണ്. അപ്പോൾ ഇത് വളരെ സ്ലിം ആയിട്ടുള്ളൊരു ഓർഗനൈസറാണ്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് വളരെ കുറച്ച് സ്പേസിൽ നമുക്ക് ഇതിനകത്ത് കയറ്റി വെക്കാം. വീലുണ്ട്, അപ്പോൾ നമുക്ക് കയറ്റി വെച്ചാൽ ഇങ്ങനെ വലിച്ചെടുക്കാനും പറ്റും. ഇപ്പോൾ ഞാനിവിടെ ഫ്രിഡ്ജിൻ്റെയും കൗണ്ടർ ടോപ്പിൻ്റെ ഇടയിലുള്ള കുറച്ച് സ്പേസിൽ ഒരു 17 സെൻറ്റിമീറ്റർ ഉണ്ടായിരുന്നുള്ളൂ. അതിനിടയിലാണ് നമ്മൾ ഈ ഓർഗനൈസർ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷേ ഇത്രയും കുഞ്ഞ് സൈസാണെങ്കിൽ പോലും നമുക്കതിനകത്ത് കുറേ സാധനങ്ങൾ എടുത്ത് വെക്കാൻ പറ്റും. പിന്നെ ഇത് വരുമ്പോൾ കണ്ടു, ഇത് 4 തട്ടായതുകൊണ്ട് 4 പീസായിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മളതിനെ ജോയിൻ ചെയ്യാനുള്ള പാർട്സ് ഉണ്ട്. അപ്പോൾ അത് ഫിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് അസംബിൾ ചെയ്തെടുക്കാനും പറ്റുന്നുണ്ട്. ഇതുപോലെയുള്ള ഓർഗനൈസേഴ്സൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് വീട് വളരെ ഈസി ആയിട്ട് നമുക്ക് സാധനങ്ങൾ എടുത്ത് വെച്ച് നീറ്റാക്കി വെക്കാൻ പറ്റും. പിന്നെ നമ്മുടെ ഈ അഡീഷണൽ ഐറ്റംസ് ഒക്കെ വരുമ്പം എവിടെയെങ്കിലും എടുത്ത് വെക്കാനായിട്ട് നമുക്കൊരു സ്പേസ് കാണത്തില്ല. പർട്ടിക്കുലർ സ്പേസ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെയൊക്കെ സമയത്തൊക്കെ നമുക്ക് ഇതിനകത്ത് ചെറിയ ഡബയിലാക്കി വെക്കും, അത് അങ്ങനെ തന്നെ എടുത്ത് വെക്കുകയൊക്കെ ചെയ്യാം. ഈസി ആയിട്ട് നമുക്ക് അസംബിൾ ചെയ്യാം. ഇതുകൊണ്ട് ഇതുപോലെ ഒന്നിന് പുറകെ ഒന്നായിട്ട് ഇങ്ങനെ നല്ല പോലെ അങ്ങ് ടൈറ്റായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, അത് അതിനകത്ത് ഫിക്സ് ആയിക്കോളും. അങ്ങനെ നമ്മൾ ഇതെല്ലാം നല്ലപോലെ ഫിക്സ് ചെയ്ത് ഇപ്പോൾ എടുത്താക്കി വെക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിനകത്ത് ഇനിയൊരു വീലും കൂടി ഉണ്ട് കേട്ടോ. അതും കൂടി ഫിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കാണിത് കംപ്ലീറ്റ് ആകണത്. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഈ വീലും കൂടി ഉള്ളത് കൊണ്ട് തന്നെ നമുക്കിത് മാറ്റാനൊക്കെ ആയിട്ട് വളരെ ഈസിയാണ്. നമ്മൾ അടിച്ച് വരുമ്പോഴോ അല്ലെങ്കിൽ ക്ലീൻ ചെയ്യുന്ന സമയത്തൊക്കെ അത് മാറ്റി വെക്കണമെങ്കിൽ വെക്കാം. പിന്നെ നമ്മൾ അകത്തോട്ട് കയറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും സാധനം എടുക്കുന്ന സമയത്താണെങ്കിലും അവിടെ നിന്ന് ഇങ്ങോട്ട് ജസ്റ്റ് ഇങ്ങനെ വലിച്ചെടുക്കുമ്പോഴത്തേക്കും ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെയാണ് അസംബിൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഫ്രിഡ്ജിൻ്റെയും കൗണ്ടർ ടോപ്പിൻ്റെയും ഇടയിലുള്ള ചെറിയ സ്പേസിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനത് മിക്സിയുടെ ജാറ്, ബോട്ടിൽസ്, പിന്നെ മെഡിസിൻസ് അതുപോലെയുള്ള ഐറ്റംസാണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് പെട്ടെന്ന് എടുക്കുകയും ചെയ്യാം, എനിക്ക് വളരെ കൺവീനിയൻറ്റ് വെക്കുകയും ചെയ്യാം. അതുപോലെ ബാത്റൂമിൽ ഞാൻ വെച്ചിട്ടുണ്ട് 2 തട്ടയുള്ളതിന്. അപ്പോൾ അത് ക്ലോത്ത് വാഷ് ചെയ്യാൻ ലിക്വിഡ്, ബാത്റൂം ക്ലീനിങ് ഐറ്റംസ് ഇതെല്ലാം വെച്ചിട്ടുള്ളത്. അത് ആ സിങ്കിന് താഴെ ഇതുപോലെ വളരെ നമുക്ക് കുറച്ച് സ്ഥലത്തെടുത്ത് വെക്കാൻ പറ്റും. ഇനി നെക്സ്റ്റ് ഐറ്റം കാണിക്കുന്നത് കണ്ടെയ്നറാണ്. അതുപോലെ സെറാമിക് കണ്ടെയ്നറാണ്. നല്ല ടൈറ്റായിട്ടുള്ള അടപ്പൊക്കെ ആയിട്ടുള്ളൊരു കണ്ടെയ്നർ തന്നെയാണ്. അതുപോലെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഞാനിവിടെ വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കിത് ഞാൻ കിച്ചണിലെ കൗണ്ടർ ടോപ്പിൽ വെക്കുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയുണ്ട് കാണാനായിട്ട്. അതുപോലെ നടപ്പ് കണ്ടോ, നല്ല സ്ട്രോങ് ആണ്, തുറക്കാൻ തന്നെ എനിക്ക് പറ്റണില്ലായിരുന്നു. അപ്പോൾ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല സൂപ്പറാണ് കേട്ടോ. അതിൻ്റെ ആ ഫിക്സൊക്കെ വന്നിരിക്കുന്നത് തടിയിലാണ് അതിൻ്റെ അടപ്പിൻ്റെ ആ സൈഡ് വന്നിരിക്കുന്നത്. പക്ഷേ എന്നിട്ട് അതിന് നല്ലപോലെ ഒരു അതിൻ്റെ ലോക്കൊക്കെ കറക്റ്റായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഇത് നല്ലൊരു കണ്ടെയ്നറാണ്. അപ്പോൾ ഞാനിപ്പം ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇട്ട് വെക്കാനാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. ക്വാളിറ്റി എല്ലാം നല്ലതാണ്, പ്രിൻറ്റും ഒക്കെ നല്ലതാണ്. അടുത്തത് ഞാൻ കാണിക്കുന്നത് നമ്മൾ ചപ്പാത്തിയുടെ മാവൊക്കെ കുഴച്ചെടുക്കുമല്ലോ. അപ്പോൾ നമുക്ക് സാധാരണ കുഴച്ചെടുക്കാൻ വേണ്ടി എനിക്ക് ഇങ്ങനത്തെ ഒരു പാത്രം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ സ്റ്റീലിൻ്റെ, ഇത് നോർത്തിലൊക്കെ ആൾക്കാരൊക്കെ ഇങ്ങനത്തെ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് വാങ്ങിച്ചാണിത്. ഇന്നത്തെ കണ്ടോ ഇതുപോലത്തെ ഒരു വുഡൻ സ്റ്റാൻഡാണ്. അടിപൊളി കേട്ടോ. ഈ സ്റ്റാൻഡ് നല്ല സ്റ്റേഡിയാണ്, ഫിക്സ് എടുക്കാനും ഭയങ്കര എളുപ്പമാണ്. പ്രത്യേകിച്ച് ഒരു ഇതിൽ കാണാനായിട്ട് കളർ കോമ്പിനേഷൻ ആ വുഡിൻ്റെ കൂടെ ആ ഒരു തീക്കൂടിൻ്റെ കളറിൻ്റെ കൂടൊപ്പം തന്നെ വൈറ്റ് ഇതും കൂടി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കാണാൻ നല്ല ഭംഗിയുണ്ട്. അതുപോലെ അത്യാവശ്യത്തിന് സ്ഥലമുണ്ട്, അത് നമുക്ക് സാധനങ്ങൾ എടുത്ത് വെക്കാം. അതിന് താഴെയും ഗ്യാപ്പും മുകളിൽ, അപ്പോൾ 2 സ്ഥലത്തായിട്ട് വെക്കുമ്പോൾ തന്നെ കുറച്ച് സാധനങ്ങൾ നമുക്ക് എടുത്ത് വെക്കാനും പറ്റും. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല സ്റ്റഡി ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്റ്റാൻഡാണ്. ഈസി ആയിട്ട് തന്നെ നമുക്ക് ഫിക്സ് എടുക്കാൻ പറ്റും. അതിൻ്റെ എല്ലാ സാധനവും കറക്റ്റായിട്ട് വന്നിട്ട് നമുക്ക് ഈസി ആയിട്ട് അസംബിൾ ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് എന്ത് വന്നാലും അതാണ് അസംബിൾ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് പിന്നെ പ്രാടായിരിക്കുമല്ലോ. ഇപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് അസംബിൾ ചെയ്തെടുക്കാൻ പറ്റുന്നു. കാണാനും നല്ല ഭംഗിയായിട്ടുള്ളൊരു, ഒത്തിരി വിലയുമില്ല, വളരെ വില കുറവാണ്. 399 എത്രയും കണ്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് വെച്ച് കഴിഞ്ഞാൽ സാധനങ്ങൾ കുറേ കൊള്ളുകയും ചെയ്യും. അപ്പോൾ എനിക്ക് ഈ സ്റ്റാൻഡും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ഇതിൽ 1-2 കണ്ടോ ഇതുപോലെ 1-2 നമുക്ക് താഴെ ജാറുകൾ വെക്കാം, അതുപോലെ തന്നെ മുകളിലും വെക്കാം. സൂപ്പറായിട്ടുള്ള നല്ല എസ്തെറ്റിക്, നല്ലൊരു ലുക്കുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സ്റ്റാൻഡാണിത്. കിച്ചൺ കൗണ്ടർ ടോപ്പ് ഓർഗനൈസ് ചെയ്യാൻ ഇതല്ല. ഇനിയിപ്പം കൗണ്ടർ ടോപ്പിൽ വേണ്ട അലമാരിക്കകത്ത് വെക്കണമെങ്കിൽ അങ്ങനെയും വെക്കാം. നെക്സ്റ്റ് പ്രോഡക്റ്റ് നമുക്കൊരു ഓർഗനൈസർ തന്നെയാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇതിനകത്ത് ഞാൻ മൊത്തം തന്നെ ഒരു ഓർഗനൈസേഴ്സാണ് കൂടുതലും കാണിക്കുന്നത്.
അപ്പോൾ ഇതൊരു പ്ലാസ്റ്റിക് ഓർഗനൈസറാണ്. ഇപ്പം സാധാരണ വേണമെങ്കിൽ ഇതിനകത്ത് നമുക്ക് കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലൊക്കെ ഇപ്പം സവോള ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് വെക്കണവർക്കാണ് അങ്ങനെ ചെയ്യും. പക്ഷേ ഞാനിപ്പോൾ ഇത് എടുത്ത് വെച്ചിരിക്കുന്നത് എൻ്റെ സിങ്കിൻ്റെ താഴെ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് നല്ല പെട്ടെന്ന് തന്നെ നമുക്ക് അസംബിൾ ചെയ്ത് എടുക്കാൻ പറ്റുന്നുണ്ട്. അതിനുശേഷം ഞാനിപ്പോൾ എൻ്റെ സിങ്കിൻ്റെ താഴെ എടുത്ത് വെക്കുന്നുണ്ട്. കാരണം ഈ രീതിയിൽ നമുക്ക് കുറേ പ്രോഡക്റ്റ്സ് ഒക്കെ വരുമല്ലോ, നമ്മൾ ഈ ബാത്റൂമിലോട്ട് ഉപയോഗിക്കുന്ന പാക്കറ്റുകളിലൊക്കെ വന്നിരിക്കുന്ന സാധനങ്ങൾ അതെല്ലാം എടുത്ത് വെക്കാൻ, എക്സ്ട്രാ ഉള്ള എന്ത് സാധനം നമുക്ക് ഇതിനകത്ത് എടുത്ത് വെക്കാൻ പറ്റും. ഇനി അടുത്ത് കാണിക്കുന്നത് കണ്ടോ, ഇതുപോലത്തെ നമ്മുടെ കല്ലാണ്. കുറേ നാളായിട്ട് എനിക്ക് ആവശ്യം തോന്നിയിട്ട് ഞാൻ വാങ്ങിക്കാനിരിക്കുമായിരുന്നേ. പക്ഷേ ഞാൻ വിചാരിച്ചിരുന്നത് ഇത് കാണാനുള്ള ഒരു സൈസ് വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി വലുതായിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ പക്ഷേ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അത്രയ്ക്ക് വലിയ സൈസൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇഷ്ടമാണല്ലോ, നമ്മൾ പണ്ട് അരകല്ലിലൊക്കെ അരയ്ക്കുന്ന വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു കല്ല് കിട്ടാനായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഞാനിത് പ്രത്യേകത ഓർഡർ ചെയ്തെടുത്തത്. വന്നപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, കാണാൻ നല്ല ക്യൂട്ടാണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് സാധനങ്ങൾ ഇടിച്ചെടുക്കാം. പക്ഷേ എനിക്ക് ഇച്ചിരി ഒരു ഇത് തോന്നിയെന്ന് പറഞ്ഞാൽ ഇച്ചിരി കൂടി ഹൈറ്റ് ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു. നമുക്ക് ഉള്ളിയൊക്കെ ചതയ്ക്കുമ്പോൾ കുറച്ചങ്ങ് തെറിച്ച് പോകണ പോലെ വരുന്നുണ്ട്. ബാക്കി നോക്കിക്കഴിഞ്ഞാൽ എല്ലാം കൊണ്ട് നല്ല സൂപ്പറാണ്. നമുക്ക് കുറച്ച് നല്ല രീതിയിൽ നമുക്ക് കൈയൊക്കെ ഇട്ട് നല്ല ഇളക്കി ഒന്ന് അരച്ചെടുക്കണ പോലെയൊക്കെ ഒന്ന് ഇടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കല്ല് തന്നെയാണ്. അപ്പോൾ എൻ്റെ കുറച്ച് നാളത്തെ ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ വാങ്ങിച്ചതാണ്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മുടെ വീട്ടിൽ കറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഉള്ളി, മുളക്, വെളുത്തുള്ളിയൊക്കെ ഇങ്ങനെ ചതച്ചെടുത്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നല്ല രീതിയിൽ ചതയും. ചമ്മന്തിയൊക്കെ ഇല്ലേ, മുളക് ചമ്മന്തി അതുപോലെയൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ ഇതിനകത്ത് അരച്ചെടുക്കുകയാണെങ്കിൽ നല്ല പ്രത്യേക ടേസ്റ്റ് ആയിരിക്കുമല്ലോ. ഇപ്പോൾ ഞാനിപ്പോൾ പയറ് തുലത്താൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് ഇത് ചതച്ചെടുത്തത്. സൂപ്പറാണ് കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ എൻ്റെ കബോർഡിനകത്ത് തന്നെ വെക്കണം. അത്ര വലിയ സൈസൊന്നുമില്ല. ഞാനിത് വാങ്ങിച്ചപ്പോൾ വിചാരിച്ച് ഭയങ്കര സൈസാണ്, എവിടെ എടുത്ത് വെക്കും എന്നൊക്കെ വിചാരിച്ചാണ് വാങ്ങിച്ചത്. പക്ഷേ അത്രയ്ക്കുള്ള പ്രശ്നമൊന്നുമില്ല, ഒത്തിരി വലിയ സൈസൊന്നുമല്ല, നമുക്ക് മാനേജ് ചെയ്യാവുന്നേ ഉള്ളൂ. നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് നല്ല ഹെൽപ്ഫുള്ളായിട്ടൊരു ഐറ്റമാണ്. നമ്മൾ കത്തിയും കത്രികയൊക്കെ വാങ്ങിക്കുന്ന പോലെ തന്നെ വീട്ടിൽ വാങ്ങിച്ചു വെക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഇത് കോക്കനട്ട് ഓപ്പണറാണ്. അതായത് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടെൻഡർ കോക്കനട്ടൊക്കെ തുറന്ന് വെള്ളം എടുക്കുമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ഓപ്പണറാണ്. നമ്മൾ ഡ്രില്ല് ചെയ്തെടുക്കുന്ന പോലെ ഇങ്ങനെ ഇതിനകത്തോട്ട് റൗണ്ടിൽ നമുക്കിതിനെ ഡ്രില്ല് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്കതിനകത്ത് വെള്ളം ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. അതില്ലെങ്കിൽ നമ്മൾ വെട്ടിരുവയൊക്കെ എടുത്തിട്ട് പൊട്ടിച്ചൊക്കെ എടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടില്ല. ഇതാണെങ്കിൽ വളരെ സിമ്പിളാണ് കേട്ടോ കാര്യം, നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് അതിനകത്ത് പൾപ്പും കൂടി എടുക്കണമെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി ആ ഒരു ഹോളുണ്ടല്ലോ അതൊന്ന് വൈഡാക്കി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതിനകത്തു നിന്നുള്ള പൾപ്പും കൂടി എടുത്ത് കഴിക്കാൻ പറ്റും. കണ്ട് ഇതുപോലെ സ്പൂൺ വെച്ച് എടുക്കാൻ പറ്റും. അടുത്ത ഐറ്റം ഇതുപോലെ നമുക്ക് കിച്ചണിലോട്ട് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഐറ്റമാണ് എഗ് സ്ലൈസറാണിത്. അപ്പോൾ നമ്മൾ എഗ്ഗ് സ്ലൈസ് ചെയ്തെടുക്കാനായിട്ട് സാൻഡ്വിച്ചിനകത്തോ അല്ലെങ്കിൽ നല്ല സാലഡ്സിനകത്തോ ഇടാനായിട്ട്, അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ നമുക്ക് എഗ്ഗിൻ്റെ കറി ഉണ്ടാക്കുന്ന സമയത്ത് നല്ല കറക്റ്റായിട്ട് സ്ലൈസ് എടുക്കാൻ പറ്റുന്ന രീതിയിലൊക്കെയാണ് ഈ സ്ലൈസറിൻ്റെ ഉപയോഗം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഗ്ഗ് ഇങ്ങനെ വെച്ചതിന് ശേഷം വളരെ സ്ലോലി നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം. അല്ലാതെ നമ്മൾ വെച്ചതിന് ശേഷം പെട്ടെന്ന് അങ്ങ് പ്രസ് ചെയ്താൽ ചിലപ്പോൾ അത് കറക്റ്റ് സ്ലൈസായിട്ട് കിട്ടത്തില്ല, പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം വെച്ചപ്പോൾ അങ്ങനെ പൊടിഞ്ഞു പോയായിരുന്നു. ശേഷം രണ്ടാമത് ഞാനിതുപോലെ പതുക്കെ സ്ലോലി വെച്ച് കഴിഞ്ഞപ്പോൾ കണ്ടോ കറക്റ്റായിട്ട് പീസസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത്ര ഐറ്റംസാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ കുറേ ആമസോൺ ഷോപ്പിങ്ങിൻ്റെയൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും